എൻ്റെ പേര് സാറാമ്മ തോമസ്. ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ മുംബൈ വിക്രോളി ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെയും എൻ്റെ മകൻ്റെയും സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. 2023 മെയ്യിൽ എൻ്റെ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം 2023 ഡിസംബർ 15 ഞാനും വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം ഞാൻ മാതാവിനും തിരുകുമാരനും നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടിയിലിരിക്കുമ്പം തന്നെ എൻ്റെ മകൻ 2 പ്രാവശ്യം ആക്സിഡൻ്റ് ഉണ്ടായി. അതിഭയങ്കരമായ ആക്സിഡൻ്റ് ആയിരുന്നു. എന്നാൽ എൻ്റെ മാതാവും തിരുകുമാരനും അതിൽ നിന്നെല്ലാം എൻ്റെ മകനെ വിടുവിച്ചു. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ചെറിയ നിസ്സാര പരുക്കുകളോടുകൂടെ രക്ഷപ്പെട്ടു. ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്നാൽ എൻ്റെ മാതാവ് എന്തോ അത്ഭുതം പ്രവർത്തിപ്പിച്ചു. കൈ ഒടിഞ്ഞു എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അതുപോലെ തന്നെ ഞാൻ മുംബൈയിൽ സെറ്റിൽഡാണ്. ഞങ്ങളുടെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു നാട്ടിലൊരു വീട് വേണമെന്നുള്ളത്. 2025 ഞാനൊരു വീടെടുത്തു. എന്നാൽ 3 വർഷമായി ഞാനത് വിൽക്കാൻ നോക്കുന്നു. എന്നാൽ പറ്റുന്നില്ല. വളരെയേറെ ഇതിനിടയിൽ ഒത്തിരിയേറെ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു. പല പ്രാവശ്യവും അത് വിൽക്കാനായിട്ട് ഫൈനൽ വരെ എത്തും. പക്ഷേ ലാസ്റ്റിൽ അത് മാറിപ്പോകും. പിന്നെ ഇപ്പോൾ എനിക്കത് വിൽക്കാനായിട്ടെല്ലാം സെറ്റിലായി. ഞാൻ അതിൻ്റെ പേരിൽ വന്നതാണ് ഇവിടെ. 27 കരാർ എഴുതുമെന്ന് പറഞ്ഞു. എന്നാൽ മാതാവിൻ്റേതായിരിക്കാം എന്നെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത്. 27 ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു 27 എന്നുള്ളത് 29 എഴുതുകയുള്ളൂ എന്ന്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. ഒപ്പം തന്നെ വേറൊരു വീടിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. 2025 മെയ് 2 എനിക്കൊരു പുതിയ വീട് ലഭിച്ചു. കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കടബാധ്യത വീട്ടുവാൻ എൻ്റെ അടുത്ത് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല, എന്തുവാണെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോടെ കല്യാണം ജനുവരി 12 അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായില്ല. ലാസ്റ്റിൽ ഈ ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഈ വീട് വിൽക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ എൻ്റെ കടബാധ്യതകൾ മാറ്റുവാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഇനിയും 1-2 ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക്, എനിക്കും എൻ്റെ മകനും പിന്നെ ഭർത്താവിനും ജോലിയില്ലായിരുന്നു. 2 വർഷത്തോളം ഞങ്ങൾ വളരെയേറെ കഷ്ടതകളൊക്കെ അനുഭവിച്ചു. എൻ്റെ സിസ്റ്ററിൻ്റെ സഹായത്താലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. മുംബൈയിലെ ജീവിതമാണ് മിക്കവാറും എല്ലാവർക്കും അറിയാം, മുംബൈയിലെ ചിലവുകളെല്ലാം. എന്നാൽ അവിടെയെല്ലാം എൻ്റെ മാതാവ് എന്നെ കരുതി. വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി. ജനുവരി 1 എവിടുന്ന് ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. പല ലാബുകളിലും ഞാൻ ജോലി അന്വേഷിച്ചു, കിട്ടിയില്ല. ഞാൻ 10-35 വർഷമായിട്ട് ബോംബെയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ എവിടെ അന്വേഷിച്ചിട്ടും ജോലി കിട്ടിയില്ല. ലാസ്റ്റിൽ എവിടെ നിന്നോ ഡിസംബർ 31 എനിക്കൊരു ഫോൺ വന്നു, ജനുവരി 1 തൊട്ട് ജോയിൻ ചെയ്തോളാം എന്നും പറഞ്ഞ്. 3-4 മാസം എൻ്റെ മകന് ജോലിയില്ലായിരുന്നു. അവൻ ഒരു കോളേജ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവനും ജോലി കിട്ടി. എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ഹസ്ബൻഡിനും ജോലിയായി. അതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് പൈസ കിട്ടുവാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പൈസ ഇല്ലാതെ എന്ത് ചെയ്യുമെന്ന് കരുതിയിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു ചെറിയ മാല വിൽക്കാമെന്ന് കണ്ട് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് 2 ദിവസം മുമ്പ് എനിക്കൊരു കോള് വന്നു. കിട്ടാതെ പോയ പൈസ 2,75,000 രൂപ എനിക്ക് തക്ക സമയത്ത് കിട്ടി. അങ്ങനെ എല്ലാ വിധത്തിലും മാതാവും ഈശോയും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, നമ്മുടെ എന്താവശ്യങ്ങളും മാതാവിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും. മുട്ടിപ്പായി യാചിച്ചാൽ ഒരു കാര്യവും കൂടാതെ നമുക്ക് എല്ലാം സാധിച്ചു തരും. എപ്പം വിളിക്കുന്നോ ആ വിളിപ്പുറത്ത് വരുന്ന അമ്മയാണ് നമുക്കുള്ളത്. അതുപോലെ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എന്നാൽ ഇതുവരെയും ഒന്ന് സാക്ഷ്യം പറയാൻ സാധിക്കാത്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ രോഗികൾക്കും എന്തെങ്കിലും പൈസ ഒത്തിരി സാമ്പത്തികമായി സഹായിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയാവുന്ന ചെറിയതും വലിയതുമായ ആവശ്യങ്ങൾ, ആരെന്തെങ്കിലും ആവശ്യം ചോദിച്ചാലും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. അതുപോലെ തെരുവീതികളിൽ എന്തെങ്കിലും ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവർ ചോദിച്ചാലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ പേപ്പറൊക്കെ ആണെങ്കിൽ ഞാൻ കുറേയൊക്കെ ഇവിടെ നാട്ടിൽ കൊടുത്തിട്ട് പോയി. ബാക്കി മുംബൈ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ചർച്ചിലും അവിടെയൊക്കെ ആയിട്ട് ഞാൻ വിതരണം ചെയ്തു. ഇനി തുടർന്ന് ഞാൻ അമ്മയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ മകൻ ഷെറിൻ തോമസ്. യേശുനാമത്തിൽ മഹത്വം പാടുന്നു. മാതാവിനും യേശു തിരുകുമാരനും നന്ദി പറയുന്നു. എൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ വളരെയേറെ കഷ്ടപ്പെട്ട് കുറേ കാലം ജോലി ഇല്ലാതൊക്കെ ഇരുന്നു. സത്യം പറഞ്ഞാൽ ഒരു BEd ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വലിയൊരു സ്വപ്നവും പ്രതീക്ഷയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ജോലി കിട്ടുന്നു, എനിക്ക് മാത്രം കിട്ടുന്നില്ല. എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാച്ച് ഞാൻ മാത്രമായിരുന്നു ജോലി ഇല്ലാതിരുന്നത്. അന്ന് മാതാവിനോട് ഒരു കാര്യം പറഞ്ഞോളൂ, മാതാവേ,
എനിക്കറിയാം എൻ്റെ അമ്മ മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സമയത്താണ് കറക്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കോളേജ്, ഞങ്ങളുടെ മുംബൈ വന്നു കഴിഞ്ഞാൽ കോമേഴ്സിന് വേണ്ടി അറിയപ്പെടുന്ന ഒരു കോളേജാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അവിടെ ഒരു കിട്ടും. കാരണം ഇൻ്റർവ്യൂവും കൊടുത്തു, എല്ലാം കൊടുത്തു. എൻ്റെ കൂട്ടുകാരനോടൊന്നും വിളിയും വന്നില്ല. പക്ഷേ എനിക്ക് ഒരു ദിവസം ഉറക്കത്തിൽ കിടന്നപ്പോഴാ ഒരു കോൾ വന്നേ, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം തൊട്ട് ജോയിൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്നെ ഒന്ന് പിച്ചിക്ക്, ഞാൻ സത്യമാണോ ഈ കേട്ടെ, ഇന്ന പോലെ ഒരു കോളേജിൽ നിന്ന് എനിക്ക് വിളി വന്നത്. അപ്പോൾ ഞാൻ സത്യമായിരിക്കും, നീ മൊബൈലൊന്ന് നോക്കിയപ്പോൾ ശരിയാണ്, മൊബൈലിനകത്ത് ആ കോൾ വന്നു. ശരിക്കും പറഞ്ഞാൽ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആഗ്രഹിച്ച ശമ്പളം അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു കോളേജിൽ തന്നെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അതിന് ഞാൻ മാതാവിനോടും യേശുകുമാറിനോടും നന്ദി പറയുന്നു. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 50:15 നമ്മൾ പലപ്പോഴും അനർത്ഥകാലത്ത്, കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിടുതലും മോചനവും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ഒരു പക്ഷേ സാഹചര്യങ്ങളിൽ നിന്നാവാം, അല്ലെങ്കിൽ ഉള്ളിലെ ശക്തിയും സമാധാനവുമായിരിക്കാം. ദൈവം വിടുവിക്കുമ്പോൾ, മോചിപ്പിക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് സാറാമ്മ തോമസ് എന്ന സഹോദരിയും മകനും നമ്മുടെ മുമ്പിൽ നമ്മളോട് പങ്കുവച്ചത്. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും ജീവിത സമയത്ത് ഈശോയും അമ്മയുടെയും കരം പിടിച്ച് മുന്നോട്ട് പോകുന്ന ഉടമ്പടി ജീവിതമാണ് നാം കണ്ടത്. അച്ഛനും അമ്മയും മകനും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു നല്ലൊരു കുടുംബ ജീവിതമാണ് ഇവരുടേത്. ആദ്യമായി വെച്ച് പ്രാർത്ഥനയും ഈശോയും അമ്മയും അവർക്ക് ചെയ്തു കൊടുത്തു. 2 വർഷത്തോളം ജോലിയില്ലാതെ 3 പേരും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ എങ്ങനെയോ മെസ്സേജായിട്ടും ഓരോ വ്യക്തികളുടെ ഇടപെടലായിട്ടുമാണ് ഈ മകന് അസിസ്റ്റൻ്റ് ടീച്ചറായിട്ട് കോളേജിൽ ജോലി ലഭിക്കുകയും അച്ഛന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം നൽകുകയും അമ്മയ്ക്ക് ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2 വർഷം 3 വർഷം കാത്തിരുന്ന ഈ മക്കൾക്കാണ് ഉടമ്പടി എടുത്ത ഉടനെ ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഇവർക്ക് ചെയ്തു കൊടുത്തത്. ആ ദൈവം തന്ന ആ മഹത്വത്തിന്, ആ കാര്യത്തിന് മഹത്വപ്പെടുത്താനാണ് അവരിന്നിവിടെ നമ്മുടെ അടുത്ത് ഈശോയുടെ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. 10 വർഷമായിട്ട് സ്വന്തം ഒരു വീടിനായിട്ട്, ഒരു ഭവനത്തിനായി ശ്രമിച്ചു. അതും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ചെയ്തു കൊടുത്തു. കടബാധ്യതകൾ പലതും ഉണ്ടായിരുന്നു. അവർ നമ്മളോട് നല്ല രീതിയിൽ ഷെയർ ചെയ്തു അതേത് രീതിയിലാണ് ആ കടബാധ്യതകളെല്ലാം വീട്ടുവാൻ സാധിച്ചതെന്ന്. പിന്നീടാണ് അച്ഛൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ വിത്ത്ഹെൽഡ് സാലറീസ് എല്ലാം കൂടെ റിലീസായത്. അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നാണ് ഇവർക്ക് ബോധ്യമായത്. ഇവിടെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈശോയും അമ്മയും നമ്മുടെ അനർത്ഥകാലങ്ങളിലും നമ്മുടെ കഷ്ടപ്പാടുകളുടെ ദിനങ്ങളിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതെ ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുവാൻ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാം. കഷ്ടകാലത്ത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടില്ല. ദൈവം നമ്മളെ കേൾക്കുന്ന ഒരു ദൈവമാണ്. അമ്മ നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നമുക്കും ഉടമ്പടി ജീവിതം ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് നയിക്കാം. സാറാമ്മ തോമസ് എന്ന മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.